ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മപ്പാസാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, ഈസിയുമാണ്, നല്ല ടേസ്റ്റുമായിട്ടുള്ളതാണ്. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ചിലവർ തേങ്ങാ പൗഡർ ചേർക്കും. നമ്മളിവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പം നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയാലോ? നമുക്ക് ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ടാവും. നല്ല എളുപ്പം കോഴിയുടെ ചിക്കനാണ്. നമുക്കിതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഏറെ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കറുവപ്പട്ട, പെരുംജീരകം, ഗ്രാമ്പൂ, ഒരു 3 ഏലക്ക, കുറച്ച് കുരുമുളകും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ചേർക്കുന്നത് മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. കുറച്ച് എണ്ണ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് സവാള ചേർക്കാം. ചെറുതായി കട്ട് ചെയ്തിന് ഒരു 3 സവാളയുണ്ട്. നല്ലപോലെ ചെറുതായി കട്ട് ചെയ്താണ്. ഇതും കൂടെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അതും ഇതിൽ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടെ ചേർക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും, മല്ലിപ്പൊടിയും, ഗരം മസാലപ്പൊടിയും, കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. മല്ലിപ്പൊടി കുറച്ചേറെ ചേർത്താലും നല്ലതായിരിക്കും. ഒരു 3 സ്പൂൺ, വലിയ സ്പൂൺ, ടേബിൾ സ്പൂൺ 3 സ്പൂൺ വരെ ചേർക്കാം. നമ്മളെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്താലും നമ്മൾ ചൂടുണ്ടാവും. അതുകൊണ്ട് പൊടികൾ ചേർത്തുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ആറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ പാനിലോട്ട് ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്നും കൂടെ എല്ലാം നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനിയും തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അവസാനത്തെ പാൽ, രണ്ടാമത്തെയും മൂന്നാമത്തെയും പാൽ ഒരുമിച്ച് ചേർത്ത് വേവിച്ചെടുക്കാം. പാലും ചേർത്ത് നമ്മളിത് തേങ്ങാപ്പാൽ തന്നെയാണ്, തേങ്ങാ പൗഡർ കലക്കിയതല്ല. നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ്. നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് ഒരു അരമണിക്കൂർ വെന്താൽ മതിയാവും. നമുക്കൊന്ന് അടച്ച് വേവിക്കാം. നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ചേർത്ത് കടുവും ചേർത്തിട്ട് നമുക്കൊന്ന് തക്കാളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ട് നല്ല മുരിഞ്ഞ് വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് തക്കാളിയിൽ ഉപ്പും ചേർത്ത് കുറച്ച് പെരുംജീരകവും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത് നോക്കണം, ഇത് ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കൊരു വശം കുറച്ച് ഫ്രൈ ആകുമ്പോൾ തിരിച്ചും വിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. കുറച്ചൊന്നും കൂടെ മൂത്ത് കഴിയുമ്പം നമുക്കിത് ചിക്കൻ മപ്പാസിൽ ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ കറി അധികം കേടായി പോകത്തില്ല. ആദ്യത്തെ പാലും കൂടെ ചേർത്തതിന് ശേഷം
തക്കാളിക്ക് ചേർത്താൽ മതിയാവും. നമുക്ക് ആദ്യം എടുത്ത് വെച്ച പാൽ കൂടെ ചേർത്ത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആദ്യം ഒഴിച്ച പാൽ നല്ലപോലെ വറ്റിയതിന് ശേഷമേ രണ്ടാമത്തെ പാൽ ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ രണ്ടാമത്തെ പാൽ ഒഴിച്ചിട്ട് പിന്നെ വറ്റിക്കാൻ നോക്കരുത്. രണ്ടാമത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് തക്കാളിക്കയും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യണം. നമ്മുടെ ചിക്കൻ പപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമ്മളതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.